സംസ്ഥാനത്തെ വന്യജീവി വിഷയത്തിലും ഭൂപ്രശ്നങ്ങളിലും പരിഹാരം ആവശ്യപ്പെട്ട് സ്വതന്ത്ര കർഷക സംഘടനകൾ നടത്താനൊരുങ്ങുന്ന മഹാപഞ്ചായത്തിന്റെ ഒരുക്കങ്ങൾ മുമ്പോട്ട്. മെയ് 10-11 തീയതികളിൽ മൂവാറ്റുപുഴയിലാണ് കർഷക മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. 100ഓളം സ്വതന്ത്ര കർഷക സംഘടനകൾ മഹാപഞ്ചായത്തിന്റെ ഭാഗമാകും. ഇടുക്കി ജില്ലയിലെ അടക്കം സംസ്ഥാനത്തെ ഭൂപ്രശ്നങ്ങളിലും വന്യജീവി ആക്രമണങ്ങളിലും പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടാണ് സ്വതന്ത്ര കർഷക സംഘടനകൾ മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. മെയ് 10-11 തീയതികളിൽ മൂവാറ്റുപുഴയിൽ മഹാപഞ്ചായത്ത് നടക്കും. കർഷക മഹാപഞ്ചായത്തിനായുള്ള ഒരുക്കങ്ങൾ മുമ്പോട്ട് പോകുകയാണ്. കർഷകരെയും അതുപോലെ പൊതുജനങ്ങളെയും ആകെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് കർഷക മഹാപഞ്ചായത്ത് മെയ് മാസം 10-11 തീയതികളിൽ മൂവാറ്റുപുഴ POC ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 100-ലധികം കർഷക സംഘടനാ പ്രതിനിധികളും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ അടക്കം ഈ ചർച്ചകളിൽ പങ്കെടുക്കാൻ വേണ്ടി 2 ദിവസം 300ഓളം പ്രതിനിധികൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രാദേശിക സ്വതന്ത്ര സംഘടനകൾ ഉൾപ്പെടെ 100ഓളം കർഷക സംഘടനകൾ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കും. കടലോര മേഖലയിൽ CRZനെതിരെ ശബ്ദമുയർത്തുന്ന സംഘടനകളും മഹാപഞ്ചായത്തിന്റെ ഭാഗമാകും. ആദിവാസി ഇടങ്ങളിലെ ആളുകളെയും തോട്ടം തൊഴിലാളികളെയും മഹാപഞ്ചായത്തിന്റെ ഭാഗമാക്കാൻ കർഷക സംഘടനകൾ നീക്കം നടത്തുന്നുണ്ട്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാപഞ്ചായത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരും ദേശീയ നേതാക്കളും വിവിധ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊപ്പം പരിസ്ഥിതി വിഷയങ്ങളും സാമ്പത്തിക വിഷയങ്ങളും മഹാപഞ്ചായത്തിൽ ചർച്ച ചെയ്യും. മഹാപഞ്ചായത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന നിലപാടുകളും പ്രശ്നപരിഹാരങ്ങളും കർഷക സംഘടനകൾ വിവിധ രാഷ്ട്രീയ നേതൃത്വത്തിന് സമർപ്പിക്കും. രാഷ്ട്രീയ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിലാകും വരുന്ന നിയമസഭ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ കർഷക സംഘടനകൾ നിലപാട് സ്വീകരിക്കുക. ന്യൂസ് ബ്യൂറോ, അടിമാലി.